ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷവീര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗം സ്വസ്തനോഭിർവൃഷേമ ദേവഹിതം യഥായു സ്വസ്തി ന ഇന്ദ്രോ വൃത്രസ്രവാः സ്വസ്തി ന പൂഷ്വാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കാം എന്താണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതും അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചതും മാണ്ഡൂക്യ ഉപനിഷത്തിലെ മന്ത്രങ്ങളും ആ മാണ്ഡൂക്യ ഉപനിഷത്ത് എങ്ങനെയാണ് നമ്മളെ ലൈഫിനെ ഏത് രീതിയിലാണ് നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ മന്ത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു കാര്യം പറയുന്നത് ഓം എന്നത് എന്താണെന്നാണ്. ഓംകാരം, പ്രണവമന്ത്രം ഓംകാരം അതെന്താണെന്ന് ആണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ ഓമാണ് ഇത് മുഴുവനും, ഈ ജഗത്ത്, ഈ ലോകം മുഴുവനും ഓംകാരാണെന്നും ഓംകാരത്തിൽ നിന്നാണ് എല്ലാം ഇവിടെ ഉണ്ടായതും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും ഓംകാരത്തിൽ നിന്നാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഓംകാരത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതുപോലെ അതിനുശേഷം അല്ല ഇത് പിന്നെ മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ മാണ്ഡൂക്യത്തിന്റെ അഥർവവേദത്തിന്റെ മന്ത്രം, ശാന്തി മന്ത്രം. ഐതരേയ ഉപനിഷത്തിന്റെ അതെ, പിന്നെ മുണ്ടകോപനിഷത്തിൽ ഇത് തന്നെയാണ് വരിക. ഒരു വേദത്തിൽ നിന്ന് വന്നതാകുമ്പോൾ അതിനൊക്കെ സെയിം ശാന്തി മന്ത്രം തന്നെ. അതെ, ഒരേ ശാന്തി മന്ത്രം തന്നെ വരും. അപ്പോൾ ഈ ഓംകാരത്തിനെ പറ്റി വ്യക്തമാക്കിയതിന് ശേഷം പിന്നെ ബ്രഹ്മത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഓംകാരം എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മം എന്നും ആണ് ഉപനിഷത്ത് പറയുന്നത്. അതായത് സർവം ഹേതത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ് എന്നാണ് ആ ബ്രഹ്മത്തിനെ പറ്റിയുള്ള മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ ഡെഫിനിഷൻ. സർവം ഹേതത് ബ്രഹ്മ, അതായത് ഈ പറഞ്ഞ ഓംകാരത്തിനെ പറ്റിയുള്ള ഡെഫിനിഷൻ കൊടുത്ത് ഓമിത്യേതത് അക്ഷരമിതം സർവം. പിന്നെ അതുപോലെ തന്നെ ഭൂതം ഭവത് ഭവിഷ്യതി ഓംകാര, അതായത് ഭൂതം, കഴിഞ്ഞുപോയ കാലം, വർത്തമാനകാലം, ഭാവി, ഇതിലൊക്കെ ഈ സമയത്തിനൊക്കെ ഉള്ളത്, ഈ സമയത്തിൽ കാലത്തിലൊക്കെ നിലനിൽക്കുന്നത് എന്താണോ അത് ഓംകാരം തന്നെയാണ് എന്നാണ് പറയുന്നത്. കാലത്തിന് അതീതമായതും ഓംകാരം തന്നെയാണ്. അപ്പോൾ എല്ലാം സർവവും ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ ഓംകാരാണെന്ന് പറയുന്നത് അത് തന്നെയാണ് സർവം. അതുകൊണ്ട് സർവം ഹേതത് ബ്രഹ്മ, ഇത് തന്നെയാണ് സർവവും. ഈ പറഞ്ഞത് മുഴുവനും ബ്രഹ്മാണ്. സർവം ഹേതത് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാണ്. സ്വയമാത്മാ ചതുഷ്പാദ്, 4 പാദങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ ആത്മാവിന്
ആ ആത്മാവിന് 4 പാദങ്ങൾ. ആ 4 പാദങ്ങളാണ് നമ്മൾ, അതിനകത്തുള്ള 3 എണ്ണമാണ് നമ്മൾ നോക്കിയത്. അതാണ് ഈ 3 എണ്ണം: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, ഗാഠനിദ്ര. ഈ 3 അവസ്ഥകളെയാണ് നമ്മുടെ അവസ്ഥാത്രയങ്ങൾ എന്നാ പറയാം. നമ്മളെ മനുഷ്യൻ്റെ, ജീവജാലങ്ങളുടെ അവസ്ഥാത്രയങ്ങൾ എന്ന് പറയും. അവസ്ഥയിലുള്ള മാറ്റങ്ങൾ. ജാഗ്രത അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ബാഹ്യമായ പ്രജ്ഞയാണ് ഉണ്ടാകുന്നത്. പുറമേയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പുറമേയുള്ള ബാഹ്യലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നു. ആ അവസ്ഥയിലിരിക്കുന്ന നമ്മളെ വിശ്വൻ എന്ന പേരിലാണ് അറിയുന്നത്. ബാഹ്യപ്രജ്ഞയാണ് വിശ്വൻ എന്ന പേര്. അതാണ് ജാഗ്രത അവസ്ഥ. സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ഗാഠനിദ്രയിലേക്ക് പോകുന്നതിന് മുന്നെയാണ് നമുക്ക് സ്വപ്നം ഉണ്ടാകുന്നത്. ആ സ്വപ്നാവസ്ഥ എന്നത് അന്ധപ്രജ്ഞയാണ്. ഉള്ളിലാണ് നമ്മളെ പ്രജ്ഞ, നമ്മളെ ബോധം, നമ്മളെ അറിവ്. അവിടെ ഉണ്ടാകുന്ന അറിവ് മുഴുവനും ഉള്ളിലാണ്. മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നത്. മനസ്സന്നേരം ഒരു ഹാഫ് സ്ലീപ്പിലായിരിക്കും, പൂർണ്ണമായിട്ട് ഉറങ്ങിയിട്ടില്ല. പൂർണ്ണമായിട്ട് നമ്മളെ മനസ്സ് ഉറങ്ങുന്നില്ല ആ സമയത്ത്. അപ്പോൾ വാസന സങ്കല്പങ്ങളാണ് നമുക്ക് സ്വപ്നമായിട്ട് കാണുന്നത്. നമ്മുടെ മനസ്സിലുള്ള വാസനാ സങ്കല്പങ്ങളാണ് സ്വപ്നമായിട്ട് കാണുന്നത്. ആ സ്വപ്നാവസ്ഥയിലുള്ള ആളെ നമ്മൾ മാണ്ഡൂക്യോപനിഷത്ത് തൈജസൻ എന്ന് പറയുന്നത്. തേജോമയൻ, ആ തേജസ് ഉള്ളവൻ എന്നുള്ളതാണ് മീനിങ്. തൈജസൻ, തേജോമയൻ. അപ്പോൾ ആ തൈജസൻ എന്നുള്ള അവസ്ഥയിൽ അതും നമുക്കറിയാം, നന്നായിട്ട് അറിയുന്നതാണ് സ്വപ്നാവസ്ഥ. സ്വപ്നം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഗാഠനിദ്ര. ഇതിനാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു സ്വപ്നവും കാണുന്നില്ല, ഒരു ജോലിയും ചെയ്യുന്നില്ല. ആനന്ദ അവസ്ഥയാണ്, നമ്മുടെ ആനന്ദമാണ് അവിടെയുള്ളത്. ആനന്ദബുക്കാണ് അവിടെ. ആനന്ദബുക്ക് എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് നമ്മളവിടെ ഭുജിക്കുന്നത് ആ ഗാഠനിദ്രയിൽ. അപ്പം ഗാഠനിദ്രയിൽ നമ്മളെ പേര് പ്രാജ്ഞൻ എന്നാണ്. ഈ 3 അവസ്ഥകൾ നമ്മൾ പറഞ്ഞ് നമുക്ക് അത് മനസ്സിലാക്കി തന്നു, നമുക്ക് അനുഭവമുള്ളതാണ് ഈ 3 അവസ്ഥകളും. ഈ 3 അവസ്ഥകളിലുള്ള ബോധമെന്നത് ഒന്ന് മാത്രമാണ്, ഒരേ ബോധമാണ് നമുക്കുള്ളത് ഈ 3 അവസ്ഥയിലും. ജാഗ്രത അവസ്ഥയിൽ, സ്വപ്നാവസ്ഥയിൽ, സുഷുപ്തിയിൽ. ഈ 3 അവസ്ഥയിലും നമുക്ക് ബോധത്തിന് ഒരു വ്യത്യാസമില്ല. ബോധം സംവിത്ത് അത് ഒന്നാണെന്ന് പറയുന്നത്. സംവിത്ത് ഐക്യരൂപ്യ ന വിദ്യത എന്നാണ് പറയുന്നത് പഞ്ചദശിയിൽ പറഞ്ഞ. സംവിത്ത് ഐക്യരൂപ്യ ന വിദ്യതേ. ഏത്? ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും. ജാഗ്രത അവസ്ഥയിലുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും അറിയുമ്പോഴും നമുക്കുണ്ടാകുന്ന ആ ബോധത്തിലുണ്ടാകുന്ന അറിവ്, ആ അവയർനെസ്, നമ്മൾ ജാഗ്രത അവസ്ഥയിലുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും അതിനുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അറിവ് തന്നെയാണ് നമുക്ക് സ്വപ്നാവസ്ഥയിലുള്ളത്. സ്വപ്നാവസ്ഥയിലും ആ അറിവിന് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. സ്വപ്നാവസ്ഥയിൽ നമുക്ക് ജാഗ്രത അവസ്ഥ പോലെ തന്നെയാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ പോലെ തന്നെയാണ് നമുക്ക് സ്വപ്നത്തിലുള്ളത്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അറിയുന്നത്, യെസ് ഇത് അത് സ്വപ്നമായിരുന്നു എന്ന്. ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്വപ്നമാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇത് സാങ്കല്പികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നത്, മറ്റുള്ളവരെ കാണുന്നത്, എൻ്റെ അവസ്ഥ ഞാൻ അറിയുന്നത്, ഓരോരോ കാര്യങ്ങളും ഞാൻ ജാഗ്രത അവസ്ഥയിൽ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ ഞാൻ അറിഞ്ഞത് അതേപോലെ തന്നെയാണ് നമുക്ക് സ്വപ്നത്തിലും.
അതിലൊരു വ്യത്യാസമില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ട്, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മളെ റിയാക്ഷൻസ് ഉണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നുണ്ട്, ഒക്കെ ജാഗ്രത അവസ്ഥയിലുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ എന്താണ് ഇത്, ഈ സ്വപ്നത്തിലുള്ളത് സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കുന്നില്ല, അത് അസ്ഥിരമാണ്. പക്ഷെ ജാഗ്രത അവസ്ഥയിൽ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ സ്ഥിരമാണത്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ, ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ജാഗ്രത അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ സ്വപ്നത്തിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. സ്വപ്നത്തിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ. മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ സ്വപ്നം കാണാതിരിക്കാം. സ്വപ്നം കാണുന്നത് തന്നെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. പക്ഷേ സ്വപ്നം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന നമ്മളെ അനുഭവം ഒന്ന് തന്നെയാണ്. നമ്മളെ അറിവ്, സംവിത്ത്, അതിലൊരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ നമുക്ക് സുഷുപ്തി എടുത്തു കഴിഞ്ഞാൽ, സുഷുപ്തി എന്ന് പറയുന്നത് ഗാഠനിദ്ര. ഗാഠനിദ്ര എടുത്തു കഴിഞ്ഞാൽ ആ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത്, നമുക്ക് നല്ല ഉറക്കം കിട്ടുന്ന സമയത്ത് നമ്മളൊന്നും അറിയുന്നില്ല. അവിടെ നമുക്ക് ഒരു ബോധം ഇല്ലാത്ത പോലെയാണ് നമ്മൾ ഉറങ്ങുന്നത്. അവിടെ ശരീരത്തിന് ഒന്നും ഇല്ല, ശരീരമില്ല, മനസ്സില്ല, പക്ഷെ നല്ല ഉറക്കമാണ്. ആ ഉറങ്ങിയ അവസ്ഥ നമ്മൾ അറിയുന്നത് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ്. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമ്മൾ അറിയുന്നുണ്ട് നന്നായി ഉറങ്ങി എന്നുള്ളത്. അതിനാണ് പറയുന്നത് തമോബോധം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഉണ്ടായത് തമോബോധമാണ്. ആ ബോധത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായി ഉറക്ക് കിട്ടി എന്നുള്ളത്. അതിന് ആ തമസിൻ്റെ ബോധം, ആ അജ്ഞാനത്തിൻ്റെ ബോധം അവിടെ നമുക്കുണ്ട്. ആ ബോധത്തെ നമ്മൾ അറിയുന്നത് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം മാത്രമാണ്. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആ ബോധം ഈ നമ്മൾ ജാഗ്രതയിലും സ്വപ്നത്തിലും അനുഭവിച്ച അതേ അറിവ് തന്നെയാണ്, അതേ ബോധം തന്നെയാണ് അവിടെയും ഈ തമോബോധം ഉണ്ടായി എന്ന് മനസ്സിലാക്കി തരുന്നത്. സുപ്തോത്തിതസ്യ സൗഷുപ്ത തമോബോധോ സാചാവബുദ്ധ സുപ്തോത്തിതസ്യ സൗഷുപ്ത തമോബോധോ ഭവേത് സ്മൃതി എന്ന് പറയുന്നു. ഈ സുപ്താവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ, സുപ്തോത്തിതസ്യ, ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റവൾ, ഗാഠനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൗഷുപ്ത തമോബോധോ ഭവേത് സ്മൃതി, ഓർമ്മയായിട്ട് മാറുന്നു. സാച അവബുദ്ധ വിഷയ അവബുദ്ധം തത്തതാ തമഹ, അതും ആ സമയത്തും ആ ബോധം അത് ഒരു അവബുദ്ധ വിഷയമാണത്. അവിടെ ആ വിഷയം നമുക്ക് അറിയുന്നത് നമ്മളെ ബോധം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബോധം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ മാണ്ഡൂക്യോപനിഷത്തിലെ 3 അവസ്ഥകൾ, അവസ്ഥാത്രയങ്ങൾ പറഞ്ഞതിൽ ആ ബോധം എന്നത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സംവിത്ത് എന്നത് ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. ആ ബോധത്തിന് ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് നമ്മളെ അനുഭവത്തിലുള്ളതാണ്. ആ ബോധം നിലനിൽക്കുന്നതാണ്. പക്ഷേ ഈ അവസ്ഥകൾ ഇങ്ങനെ നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് നോക്കാം. എന്താണ് അടുത്ത മന്ത്രം പറയുന്നത്? ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷാന്തര്യാമേഷ യോനി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം. എന്താണ് പറയുന്നത്? ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷാന്തര്യാമേഷ യോനി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം എന്ന് പറഞ്ഞാൽ ഈ ഉറങ്ങുന്നവൻ സർവേശ്വരനാണെന്നാണ് പറയുന്നത്. ഈശ്വരനാണെന്ന്, സർവത്തിൻ്റെ ഈശ്വരനാണെന്നാണ് പറയുന്നത്. ഈ ഉറങ്ങുന്നവൻ, നമ്മൾ സുഷുപ്തിയിലിരിക്കുന്ന ഉറങ്ങുന്നവൻ ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ, എല്ലാം അറിയുന്നവനാണ്. ഏഷാന്തര്യാമേഷ യോനി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം, എല്ലാത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതും ഇവൻ തന്നെയാണ്. അന്തര്യാമി, എല്ലാത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രവർത്തിക്കുന്നത് ഇവൻ തന്നെയാണ്. ഏഷ സർവേശ്വര ഏഷ അന്തര്യാമേഷ യോനി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം,
എല്ലാത്തിൻ്റെ ഉത്ഭവം ഇവനിൽ നിന്നാണ്. അത് എല്ലാം ഉത്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നത് ഇവനിൽ തന്നെയാണ്. എല്ലാം ഉണ്ടാവുന്നത് ഇവനിൽ നിന്നാണ്, എല്ലാം ലയിക്കുന്നത് ഇവനിൽ തന്നെയാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷാന്തര്യാമേഷ യോനി സർവസ്യ പ്രഭവാപ്യൗഹി ഭൂതാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അവസ്ഥയായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണത് ഈശ്വരൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ രണ്ട് അവസ്ഥകളുണ്ട്. ബ്രഹ്മം ഒന്നാണ്, പക്ഷെ ബ്രഹ്മത്തിന് രണ്ടവസ്ഥ. അത് ഒരവസ്ഥയാണ് ഒരു നിർഗുണ ബ്രഹ്മം എന്ന് പറയും. നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത ബ്രഹ്മം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ബ്രഹ്മത്തിനെ പറ്റി, ബോധത്തിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ബോധം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ബോധം എപ്പോഴും നിലനിൽക്കുന്ന, ഒരുപോലെ നിലനിൽക്കുന്നതാണ്. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ അറിവ് ഒരു ചേഞ്ചും ഇല്ലാത്ത ഒരു അറിവാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. നമ്മൾ ജാഗ്രതയിലാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും സുഷുപ്തിയിലാണെങ്കിലും, എങ്ങനെ ജാഗ്രത അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആ അറിവ്, ആ ബോധം എന്ന് പറയുന്നത് ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നുണ്ട്. അത് ആ നിലനിൽക്കുന്നതിനെയാണ്, ആ ബോധമാണ് ബ്രഹ്മം. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണ ബ്രഹ്മമാണ്. നിർഗുണ ബ്രഹ്മം, ഒരു ഗുണവും ഇല്ലാത്ത ബ്രഹ്മം. ആ നിർഗുണ ബ്രഹ്മത്തെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിന് സഗുണ ബ്രഹ്മൻ എന്നാ പറയാം. സഗുണ ബ്രഹ്മൻ, ബ്രഹ്മത്തിനെ തന്നെ എല്ലാ ഗുണങ്ങളും വരുന്നത് ഈശ്വരൻ ആകുമാറാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിനോടുകൂടി മായ ചേരുമ്പോഴാണ്. മായ എന്ന് ചേരുമ്പോൾ, ഈ മായ എന്ന് പറയുന്നത് നമ്മളെ അജ്ഞാനാണ്. അജ്ഞാനം, സമഷ്ടി അജ്ഞാന ഉപഹിത ചൈതന്യം എന്ന് പറയാം മായ. ആ എല്ലാ അജ്ഞാനങ്ങളും ചേർന്നിട്ട് ചൈതന്യത്തെ മറച്ചു വെക്കുന്നതാണ് മായ. ആ മായയും ബ്രഹ്മവും ചേർന്നതാണ് ഈശ്വരൻ. ഈശ്വരനാണ് ഈ പ്രകൃതിയിലെ കംപ്ലീറ്റ് എല്ലാ സൃഷ്ടിയും നടക്കുന്നത്. ഈശ്വരൻ ബ്രഹ്മമാണ് അവിടെ. അതിൻ്റെ അടിസ്ഥാന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫാക്റ്റ് ബ്രഹ്മം തന്നെയാണ്. പക്ഷേ ബ്രഹ്മത്തിൻ്റെ കൂടെ ബ്രഹ്മത്തിൻ്റെ തന്നെ പവറായ മായ, ബ്രഹ്മത്തിൻ്റെ പവറാണ് മായ എന്ന് പറയുന്നത്. ആ മായയും ചേരുമ്പോഴാണ് ബ്രഹ്മം സഗുണ ബ്രഹ്മമായിട്ട് നമുക്ക് അറിയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമുക്ക് പ്രകൃതിയിൽ ഓരോരു സൃഷ്ടിയും വരുന്നത് സഗുണ ബ്രഹ്മമാണ്. അതായത് ഈശ്വരൻ. ആ ഈശ്വരനാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ഗാഠനിദ്രയിൽ അത് ആയിട്ടാണ്. ആ അജ്ഞാനാണ് നമുക്ക് അവിടെ തമോ ബോധമായിട്ട് മാറുന്നത്. ആ തമോ ബോധമാണ് നമ്മളെ ഗാഠനിദ്രയിലുള്ള നമ്മുടെ അറിവ് അവിടെയുള്ള. ഇപ്പം ഈശ്വരൻ്റെ അറിവാണ് നമുക്ക് കിട്ടുന്നത്. സുഷുപ്തിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നന്നായിട്ട് സുഷുപ്തിയിലാണ് എല്ലാ ഡൗൺലോഡിങ്ങും നടക്കുന്നത്. സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ എല്ലാ മെമ്മറികളിലും എല്ലാം ഡൗൺലോഡിങ് നടക്കുന്നത് സുഷുപ്തിയിലാണ്. സുഷുപ്തിയിൽ നമുക്ക് മനസ്സില്ല. മനസ്സും ബോധവും പൂർണ്ണമായിട്ട് മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് ഉറങ്ങുന്ന അവസ്ഥയാണ്. മനസ്സാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ മനസ്സ് ഫുൾ ആക്റ്റീവ് ആയതുകൊണ്ട് ഒരു കാര്യങ്ങളും നടക്കില്ല. അതുകൊണ്ട് സ്വപ്നത്തിലും മനസ്സ് ആക്റ്റീവാണ്. പക്ഷേ ഗാഠനിദ്രയിൽ മനസ്സ് ആക്റ്റീവേ അല്ല. മനസ്സ് പൂർണ്ണമായിട്ട് ഉറങ്ങുവാണ്, നിശ്ചലമാണ്. ആ നിശ്ചലമായിരിക്കുന്ന മനസ്സിലൂടെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സും നിശ്ചലമായിരിക്കുമ്പോൾ നമുക്ക് സുഷുപ്തിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നു. അത് പക്ഷേ നമുക്ക് അറിയുന്നത് അജ്ഞാനായതുകൊണ്ട് അത് തമോബോധമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. തമോബോധം അതാണ് ആ
മന്ത്രത്തിൻ്റെ അർത്ഥം. പിന്നെ അടുത്തൊരു മന്ത്രം പറയുന്നത് ഈ പറയുന്ന ബ്രഹ്മം എന്താണ് എന്നുള്ള, സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ബ്രഹ്മം എന്താണെന്നുള്ള ചോദ്യം വരും. ആ ബ്രഹ്മം, അതായത് നാലാമത്തെ അവസ്ഥ, നാലാമത്തെ പാദം എന്ന് പറയുന്നത്, നമ്മൾ അതായത് ചതുഷ്പാദം എന്ന് പറഞ്ഞു, 4 പാദങ്ങളായിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. നമ്മളെ ആത്മാവ് 4 പാദങ്ങളാണ്. അതിൽ 3 പാദങ്ങൾ നമ്മൾ പഠിച്ചു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 പാദങ്ങൾ പഠിച്ചു. പക്ഷെ 4ാമത്തെ പാദം എന്ന് പറയുന്നത് ഈ ബോധം അല്ലെങ്കിൽ ബ്രഹ്മത്തിനെ പറ്റിയിട്ട് ഉള്ള ഒരു വിശദമാക്കുന്ന ഒരു മന്ത്രമാണ്. ഏഴാമത്തെ മന്ത്രം. ഈ 7ാമത്തെ മന്ത്രം പറയുന്നത് ഇങ്ങനെയാണ്: ന അന്തപ്രജ്ഞ ന ബഹിഷ്പ്രജ്ഞ നോപദയപ്രജ്ഞ ന പ്രജ്ഞാനഗനം ന പ്രജ്ഞ നാപ്രജ്ഞ അദൃഷ്ടമവ്യവഹാര്യമഗ്രാഹ്യമലക്ഷണം അചിന്യമവ്യപദേശമേകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥ്യം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. ഇങ്ങനെയാണ് ആ മന്ത്രം പറയുന്നത്, ആ മന്ത്രത്തിൻ്റെ പൂർണ്ണരൂപം. നമുക്കതിനെ നോക്കാം, എന്താണ് ഈ പറയുന്നത്. ന അന്തപ്രജ്ഞ ന ബഹിഷ്പ്രജ്ഞ നോപദയപ്രജ്ഞ. നമ്മൾ പറഞ്ഞു അന്തപ്രജ്ഞ എന്ന് പറയുന്നത് നമ്മളെ സ്വപ്നാവസ്ഥയാണ്. ന ബഹിഷ്പ്രജ്ഞ, ബാഹ്യപ്രജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗ്രത അവസ്ഥയാണ്. ന അന്തപ്രജ്ഞ ന ബഹിഷ്പ്രജ്ഞ നോപദയപ്രജ്ഞ. ഉപദയപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രജ്ഞയല്ല. നോപദയപ്രജ്ഞ. ന പ്രജ്ഞാനഘന എന്ന് പറയുന്നത് നമ്മുടെ ഗാഠനിദ്രയിലുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഗാഠനിദ്രയിലുള്ളതൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇതൊന്നുമല്ല നമ്മൾ പറയുന്ന ഈ ഭ്രമം. ന പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞയല്ല, അപ്രജ്ഞ. നാപ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞയല്ലാത്തതുമല്ല, പ്രജ്ഞയല്ല പ്രജ്ഞയല്ലാത്തതുമല്ല. പ്രജ്ഞ ആ ബോധം അല്ല, ആ ബോധമൊന്നുമല്ല ഇതൊക്കെ ഇതല്ല എന്ന് പറഞ്ഞു കാണിച്ചിട്ടാണ് ഈ കാണുന്ന നമ്മൾ ഇത്രയും നാൾ അറിഞ്ഞിരിക്കുന്ന അതൊന്നുമല്ല ബ്രഹ്മം. അതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം. ഈ ജാഗ്രത സ്വപ്ന അവസ്ഥയിലുള്ളത് ഒന്നുമല്ല. നമ്മളെ ആ സമയത്ത് നമ്മൾ അറിയുന്നത് എന്താണോ അതൊന്നുമല്ല ബ്രഹ്മം. പിന്നെ പറയുന്നത് അദൃഷ്ടം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അദൃഷ്ടം അവ്യവഹാര്യം, നമുക്ക് വ്യവഹാരം ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്ക് അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട, നമുക്ക് കാണാൻ പറ്റില്ല. അദൃഷ്ടം അവ്യവഹാര്യം, അഗ്രാഹ്യം, നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതാണ് അഗ്രാഹ്യം. അചിന്യം, ലക്ഷണമില്ലാത്തതാണ്, ചിന്തിക്കാൻ പറ്റാത്തതാണ്. അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം, ഉപദേശിക്കാനും പറ്റാത്തതാണ്. നോക്കൂ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിലൊന്നല്ല ബ്രഹ്മമുള്ളത്. അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം, ഇതൊന്നുമല്ല. നമ്മൾ സാധാരണ ഈ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പറ്റാത്തതാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഈ ബ്രഹ്മത്തിനെ നമ്മൾ അറിയാന്നുള്ളത്, ബ്രഹ്മജ്ഞാനത്തിൻ്റെ ബുദ്ധിമുട്ട് തന്നെ അത് തന്നെയാണ്. നമുക്ക് ആർക്കും ഉപദേശിക്കാൻ പോലും പറ്റില്ല. ഉപദേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല എന്താണിതെന്ന്. അതാണ് ബ്രഹ്മം. ഒരു ലാംഗ്വേജിലൂടെ നമുക്കിപ്പം സംസാരിക്കുന്നില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശ രൂപം വെച്ചിട്ട് ഇതാണ് എന്ന് പറയാന്നല്ലാതെ അത് കൃത്യമായിട്ട് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ എന്താണ് ഏകാത്മ പ്രത്യസാരം? ഇത് ഒരു ഏകമായ ഒരു ആത്മാവാണ്. ഒരു ഏകമായ ഒരു ആത്മാവാണിത്.
ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ഏകമായ ആത്മാവ്. നമ്മൾ ആത്മാവിന് ബോധത്തിനെ പറ്റി പഠിച്ചില്ലേ, ബോധത്തിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഏകമായ ഒരു ആത്മാവാണിത്. ഏകാത്മ പ്രത്യയസാരം പ്രപഞ്ചോപശമം. പ്രപഞ്ചോപശമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചം അത് ഉപശമിക്കുന്നത്, ശമിക്കുന്നത്, ഇല്ലാതാവുന്നത്. ആ പ്രപഞ്ചം ഇല്ലാതാവുന്നത് എന്താണോ അതാണ്. പ്രപഞ്ചം ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിലാണ് ഇല്ലാണ്ടാവേണ്ടത്. പ്രപഞ്ചം നിലനിൽക്കുന്നത് നമ്മളിലാണ്. ആ നമ്മളിലുള്ള പ്രപഞ്ചം ഇല്ലാണ്ടാവണം. നമ്മൾ കാണുന്നത് ഇല്ലാണ്ടാവണം. നമ്മളെ സെൻസ് ഓർഗൻസിനെ കൂടി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇല്ലാതാവണം. അതാണ് നമ്മൾ പറയുന്ന വൈരാഗ്യം. നമ്മൾ കാണുന്ന സെൻസ് ഓർഗൻസ് വെച്ച് കാണുന്നതും കേൾക്കുന്നതും ഇല്ലാണ്ടാവണം. അതിൻ്റെ മുകളിലുള്ള ബോധമായിട്ട് നിലനിൽക്കണം. ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് ബ്രഹ്മം എന്താണെന്ന്. ആ ബോധമാണ് ബ്രഹ്മം. ശാന്തം ശിവം അദ്വൈതം. ശാന്തമാണ്. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ശാന്തമാണ്. ശിവം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ശിവം. അദ്വൈതം രണ്ടില്ല, അതൊന്ന് മാത്രമേ ഉള്ളൂ. ഏകാത്മ പ്രത്യയസാരം എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഒറ്റൊന്ന് മാത്രമുള്ള. ചതുർത്ഥ്യം മന്യന്തേ സ ആത്മാ. ചതുർത്ഥ്യം മന്യന്തേ, നാലാമത്തതെന്ന് ചിലർ വിചാരിക്കും. പക്ഷെ നാലാമത്തതെന്ന് വിചാരിക്കണ്ട, ഇതിലെല്ലാത്തിലുള്ളതാണ്. 4 പാദങ്ങളുണ്ട് എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഇത് 4ാമത്തതാണെന്ന് വിചാരിക്കണ്ട. 4ാമത്തതല്ല ഇത് എല്ലാത്തിലും, ഈ 1ലും 2ലും 3ലും, അത് ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നിലനിൽക്കുന്നതാണിത്. ഈ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് ആ നിലനിൽക്കുന്നതാണ് ഇവിടെ പറഞ്ഞ ഈ ബ്രഹ്മം. ശാന്തം ശിവം അദ്വൈതം സ ആത്മാ. അതാണ് ആത്മാവ്. അത് തന്നെയാണ് ആത്മാവ്. നമ്മൾ ഓരോരോ ആളിലുള്ള ആത്മാവ് അത് തന്നെയാണ്. സ ആത്മാ സ വിജ്ഞേയ. ഇത് അറിയേണ്ടതാണ്. ഇത് നമ്മൾ തന്നെ അറിഞ്ഞ് മനസ്സിലാക്കിയെടുക്കേണ്ടതാണെന്ന് പറയുന്നത്. അതാണ് ഈ ബ്രഹ്മത്തിൻ്റെ ഡെഫിനിഷൻ മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നത്. എന്താണ് ബ്രഹ്മം എന്നുള്ളത്. അപ്പം നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ കാര്യങ്ങളിൽ ബ്രഹ്മം, ബോധം അല്ലെങ്കിൽ ബോധത്തിൽ നിന്ന് ബ്രഹ്മത്തിലേക്ക് പോകുമ്പോൾ ആ ബോധം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മളില്ല ബോധം. പക്ഷെ ആ ബ്രഹ്മത്തിലേക്ക് പോകുമ്പോൾ ബ്രഹ്മത്തിനെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ഓരോ ആളും പരിശ്രമിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അത് വേറൊരാൾക്ക് ഉപദേശിച്ചിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അതിനെ ഒരു വഴി കാട്ടാനേ പറ്റൂ, വഴി കാണിച്ചു തരാനേ പറ്റൂ. ആ വഴി കാണിച്ചിട്ട് അത് സ്വയം പ്രയത്നത്തിലൂടെയാണ് ആ ബ്രഹ്മത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്, ആ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തേണ്ടത്.